അനുമോളുടെ അടുത്ത് ബിഗ് ബോസിലേക്ക് വരുമ്പോൾ ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പുറത്തുള്ള ആ ഒരു സ്റ്റാർ മാജിക് അല്ലെങ്കിൽ സീരിയൽ ഫെയിം ഒക്കെ കണ്ടിട്ട് കുറച്ച് കണ്ണീർ സീരിയലിന്റെ പ്രേക്ഷകരെ അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റാർ മാജിക് ഒക്കെ കണ്ട് കുറച്ച് ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ മുന്നിൽ കുറച്ച് കരച്ചിൽ നാടകമൊക്കെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരതിൽ വീണ് വോട്ട് ചെയ്ത് എങ്ങനെയെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 7 വിന്നർ ആക്കുമെന്നൊക്കെ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു പ്രത്യേകിച്ച് ഗെയിം സ്ട്രാറ്റജികളോ നിലപാടുകളോ അഭിപ്രായങ്ങളോ ഒന്നും അനുമോൾ എന്ന കണ്ടസ്റ്റന്റിന്റെ സൈഡിൽ ഈ ഒരു സീസണിൽ വന്നേ പിന്നെ കാണാനില്ല. ദിവസവും കണ്ടന്റ് എന്ന് പറയുന്നത് കരച്ചിൽ നാടകം മാത്രമാണ്. ഈ ഒരു സീസണിലേക്ക് വന്നപ്പോൾ മുതൽ ഒന്നല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങളാൽ ഓരോന്നും പറഞ്ഞിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണാം. ഒന്നെങ്കിൽ അനുമോളായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ഇല്ലെങ്കിൽ മറ്റു പലരും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ പോയി ചാടിയിട്ട് അവരെന്തെങ്കിലും പറയുമ്പോൾ അതും പറഞ്ഞിരുന്ന് കരയും. ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കുത്തിത്തിരിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി എടുത്ത് അതിന്റെ പേരിൽ ഇരുന്ന് കരയും. ഇപ്പൊ കിച്ചണിൽ കയറിയിട്ട് കിച്ചണിൽ മറ്റു പലരും വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ പേരിൽ ഇരുന്ന് കരയുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ക്യാമറയുടെ മുന്നിൽ പോയിട്ടിരുന്ന് ശൈത്യനെയും കൂട്ടുപിടിച്ച് മറ്റ് കണ്ടസ്റ്റൻസിനെയൊക്കെ മോശമായിട്ട് പറയുക, മറ്റു കണ്ടസ്റ്റൻസ് ഒക്കെ ഹ്യൂമാനിറ്റി ഇല്ലാത്തവരാണെന്ന് പറയുക. അതുപോലെ തന്നെ ഇവരൊക്കെ എന്താണ് ഇങ്ങനെ നമ്മൾ മാത്രമാണ് വലിയ ആൾക്കാർ, നമ്മൾക്ക് മാത്രമാണ് ഹ്യൂമാനിറ്റി ഉള്ളത്, നമ്മൾ മാത്രമാണ് നല്ല രീതിയിൽ കളിക്കുന്നത്, നമുക്കൊന്നും അറിയത്തില്ല, അവരെല്ലാം മനുഷ്യത്വമില്ലാത്ത ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞ് ക്യാമറയിൽ എന്തൊക്കെയോ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അനുമോളോട് ഇതൊക്കെ മാത്രമേ പറയാനുള്ളൂ. ഇതൊക്കെ കണ്ടുമടുത്ത സ്ട്രാറ്റജികളാണ്, ഒറ്റപ്പെട്ട സ്ട്രാറ്റജിയൊക്കെ ഒത്തിരി പേര് ഇറക്കിയതാണ്. ഇപ്പോൾ ബിഗ് ബോസ് മലയാളത്തിന്റെ പ്രേക്ഷകരെ സംബന്ധിച്ച് ഇതൊക്കെ പരിചിതമാണ്. എന്നാൽ പോലും കുറെ മണ്ടന്മാരായിട്ടുള്ള പ്രേക്ഷകർ ഇതൊക്കെ വിശ്വസിച്ച് ഇപ്പോഴും വോട്ട് ചെയ്യുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ലൈവ് ഒന്നും കാണാതെ എപ്പിസോഡ് മാത്രം കണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് പുറത്തേക്ക് വരുന്ന കുറച്ച് പോർഷൻസ് മാത്രം കണ്ടിട്ട് വിലയിരുത്തി ഈ പറയുന്നത് പോലെ വോട്ട് ചെയ്യുന്നവരുണ്ട്. എപ്പിസോഡിലൊക്കെ പല ഭാഗങ്ങളും കട്ട് ചെയ്തിട്ടൊക്കെയാണ് വരുന്നത്. അത് കണ്ടു കഴിയുമ്പോൾ പ്രേക്ഷകർ വിചാരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഈ സീരിയലൊക്കെ കണ്ടിരിക്കുന്ന പ്രേക്ഷകർ വിചാരിക്കും ഇതെല്ലാവരും കൂടെ ചേർന്ന് അനുമോളെ അറ്റാക്ക് ചെയ്യുകയാണോ എന്ന്. അപ്പം ആ ഒരു സംഭവമാണ് വരുത്തി തീർക്കുന്നത്. ഇനി ആരും അറ്റാക്ക് ചെയ്തില്ലെങ്കിൽ പോലും അത് വലിയൊരു പ്രശ്നത്തിനിടയിൽ പോയിട്ട് എല്ലാവരും കൂടി പറയുന്നതിനിടയിൽ പോയി എതിരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എതിരായിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറയിപ്പിച്ചിട്ട് മൊത്തത്തിൽ വന്നു കഴിയുമ്പം എല്ലാവരും അനുമോൾക്കെതിരെയാണ്, അനുമോളെ എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്യുന്നു, കോർണർ ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് വരുത്തി തീർക്കാനുള്ള ഒരു പരിപാടി അനുമോളുടെ സൈഡിൽ നിന്ന് തുടക്കം മുതൽ കണ്ടതാണ്. ഇപ്പൊ ഏകദേശം അതൊക്കെ വിജയിച്ചു വരുന്നുണ്ട്. കാരണം ഒരു കണ്ടസ്റ്റന്റ് മാത്രം ഇങ്ങനെ മാറി മാറി നിന്ന് എല്ലാവർക്കും എതിരായിട്ട് എല്ലാവരും വെറുക്കുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പുറത്ത് കാണുന്നവർ എന്താണ് വിചാരിക്കുന്നത്, എല്ലാവരും കൂടി ചേർന്ന് കോർണർ ചെയ്യുകയാണെന്ന് തന്നെ വിചാരിച്ചുകൊള്ളും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കോർണർ ചെയ്യുമ്പോൾ ഒറ്റപ്പെടലായിട്ട് എല്ലാവരും അറ്റാക്ക് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റിന് വേണ്ടി പ്രേക്ഷകരെല്ലാം സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഈ ലൈവ് കാണുന്നവരും അതുപോലെ തന്നെ ഈ സ്ട്രാറ്റജികൾ കണ്ടുമടുത്ത ബിഗ് ബോസിന്റെ മലയാളി പ്രേക്ഷകർക്ക് സംഭവം മനസ്സിലാവും. കാരണം അനുമോളെ സംബന്ധിച്ച് ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഗെയിം കളിച്ചു കഴിഞ്ഞാൽ ഓക്കെ, സ്ട്രാറ്റജികൾ വർക്കൗട്ട് ചെയ്താൽ ഓക്കെ, അതുപോലെ തന്നെ വ്യക്തമായിട്ടുള്ള നിലപാടുകളും അഭിപ്രായങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ആ ഒരു കണ്ടസ്റ്റന്റ് എന്ത് സ്ട്രാറ്റജികളോ ഒറ്റപ്പെടലോ എന്ത് നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഇവിടെ കണ്ടുവരുന്നത് ഒരു ഗെയിമിലോ അല്ലെന്നുണ്ടെങ്കിൽ ടാസ്കുകളിലോ ഒരു ഇൻപുട്ടും ഇല്ല. വെറുതെ അവിടെ ഒരു കണ്ടസ്റ്റന്റ് എന്ന പേര് നിൽക്കുന്നു. അതുപോലെ തന്നെ ഒരു വ്യക്തമായിട്ടുള്ള നിലപാടുകൾ പറയുന്നില്ല, വ്യക്തമായിട്ടുള്ള അഭിപ്രായങ്ങളില്ല, ആർഗ്യുമെന്റ്സ് ഇല്ല. എന്ത് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാലും മാറിപ്പോയിരുന്ന് കരയും. അതിലപ്പുറം അനുമോളുടെ സൈഡിൽ നിന്ന് ഒന്നും തന്നെ നമുക്ക് ലഭിക്കുന്നില്ല. ആകെ ഉള്ളതെന്ന് പറയുന്നത് എന്ത് പറഞ്ഞാലും നടന്നാലും മാറിയിരുന്ന് കരഞ്ഞ് മറ്റുള്ള കണ്ടസ്റ്റൻസിനെതിരെ ക്യാമറയിൽ നോക്കിയിരുന്ന് അല്ലെങ്കിൽ ശൈത്യയുടെ അടുത്ത് അവരുടെ കുറ്റങ്ങൾ പറയുക, പരദൂഷണം പറയുക, അതുപോലെ തന്നെ അവർക്ക് ഹ്യൂമാനിറ്റി ഇല്ല, അവരൊന്നും മനുഷ്യത്വം ഇല്ലാത്ത ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് കുറച്ച് ദിവസങ്ങളായി കണ്ടുവരുന്നത്. അപ്പം ഇന്ന് രാവിലെയും കൂടി ഇത് തന്നെയാണ്. ഇപ്പം സോഷ്യൽ മീഡിയകളിലൊക്കെ ഇതൊരു ചർച്ചയായി ഓട്ടോമാറ്റിക്കലി ഒരു നെഗറ്റീവ് ഇംപ്രഷനോട് കൂടിയിട്ട് സോഷ്യൽ മീഡിയ ചർച്ചകളിൽ വരുമ്പോൾ അനുമോൾക്കറിയാം ഇത് അനുമോളുടെ തന്നെ ബിഗ് ബോസിന്റെ മുൻ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് കാണും ഈ ഒരു റൂട്ട് പിടിച്ചു പോയി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും പ്രേക്ഷകരൊക്കെ സപ്പോർട്ട് ചെയ്തോളും. കാരണം കുടുംബ പ്രേക്ഷകരൊക്കെ പാതി കാണാതെ എന്താണെന്ന് മനസ്സിലാകാതെ നോക്കിക്കഴിയുമ്പോൾ എല്ലാവരും കൂടി ആക്രമിക്കുന്ന ഒരു പെൺകുട്ടി ആ ഒരു രീതിയിലേക്ക് പുറത്ത് ഇൻപുട്ട് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സപ്പോർട്ട് കിട്ടും. പിന്നെ വേറെ കുറച്ച് ഫാനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരുടെ സപ്പോർട്ടും കൂടി ആയി കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും ടോപ്പ് 5 എത്തിപ്പെടാം. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജിയാണ് വർക്കൗട്ട് ആക്കിക്കൊണ്ടിരിക്കുന്നത്. മാക്സിമം വെറുപ്പിച്ച് കൂട്ടുന്നുണ്ട്. എന്തെങ്കിലും നല്ല രീതിയിലാണ് ഈ ഒരു സ്ട്രാറ്റജി മുൻപോട്ട് പോകുന്നതെങ്കിൽ കുഴപ്പമില്ല. ഇതിനെതിരെ വീക്കെൻഡിലാണെന്നുണ്ടെങ്കിൽ പോലും ലാലേട്ടൻ വരുമ്പം പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുക തന്നെ വേണം. കാരണം ബിഗ് ബോസ് പറയുന്ന പല കാര്യങ്ങളും കേൾക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ള ക്യാപ്റ്റൻ പറയുന്ന കാര്യങ്ങൾ പോലും കേൾക്കാൻ താല്പര്യമില്ലാതെ, അല്ലെങ്കിൽ ക്യാപ്റ്റൻ എന്ന് പറയുന്ന അപ്പാനി ശരത്താണ് നിലവിൽ. അപ്പോൾ ഇവർക്കൊക്കെ ഓൾറെഡി ഒരു
നെഗറ്റീവ് ഉള്ളത് കൊണ്ട് തന്നെ ഇവർ പറയുമ്പോൾ പ്രേക്ഷകർ ഇവർക്കെതിരായിട്ടേ നിൽക്കത്തുള്ളൂ. കാരണം നെഗറ്റീവ് ഇമ്പാക്ട് നിൽക്കുന്ന ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ വന്നാലും അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ എപ്പോഴും പോസിറ്റീവായിട്ട് മാറും. ബട്ട് അവരും കൂടെ കുറച്ച് ഇൻപുട്ട് കൊടുത്താലല്ലേ പ്രേക്ഷകർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്താണെന്നുണ്ടെങ്കിലും പ്രേക്ഷകർ ശ്രദ്ധിക്കുക, ഇതുപോലെയുള്ള കരച്ചിൽ നാടകങ്ങളും അഭിനയിച്ച് നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഒന്ന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കാതിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ വോട്ട് ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകാതിരിക്കുക. നിങ്ങളെ പക്ക പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും കണ്ടു കഴിയുമ്പോൾ നമുക്ക് തന്നെ പല കമന്റ്സുകളും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പലരും ഇത് പറയുന്നുണ്ട്. മറ്റു പലരും ഇതൊക്കെ വലിയ രീതിയിൽ കണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരെ ആക്രമിക്കുകയാണ്, അല്ലെന്നുണ്ടെങ്കിൽ കൂട്ടമായിട്ട് ആക്രമിക്കുകയാണ്, ഗ്രൂപ്പ് കൂടി നിന്ന് ആക്രമിക്കുകയാണ്. ബിഗ് ബോസ് ആകുമ്പോൾ അതൊക്കെ ആയിക്കോട്ടെ, നടന്നോളട്ടെ, പ്രശ്നങ്ങളൊന്നുമില്ല. ബട്ട് എന്തെങ്കിലും ഒരു കണ്ടന്റ് കൊടുക്കണ്ടേ, ഗെയിമുകളിൽ എന്തെങ്കിലും പറയണ്ടേ, എന്തെങ്കിലും ഒരു അഭിപ്രായങ്ങളും നിലപാടുകളും പുറത്ത് കാണിക്കണ്ടേ. ആകെ എന്ന് പറയുന്നത് എന്ത് കാണിച്ചു കഴിഞ്ഞാലും കരഞ്ഞ് 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 എപ്പം നോക്കിയാലും കരഞ്ഞ് കണ്ടന്റ് പിടിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ മാറിയിരുന്ന് മറ്റുള്ളവർ ആക്രമിക്കുന്നു എന്ന രീതിയിലേക്ക് വരുത്തി തീർക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അനുമോൾ. മൊത്തത്തിൽ ഒരു പൊതുശല്യം എന്ന് തന്നെ നമുക്ക് പറയാം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ. നിലവിൽ മൊത്തത്തിൽ ഈ ഒരു സീസണിന്റെ 3ാമത്തെ ആഴ്ചയും കഴിഞ്ഞ് 4ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ പലരും ന്യൂട്രലായിട്ട് കളിക്കുന്നവരുണ്ട്, സേഫ് ഗെയിം കളിക്കുന്നവരുണ്ട്. അതിലേക്ക് വെച്ച് നോക്കുമ്പോൾ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്ന് തന്നെ നമുക്ക് പറയാം അനുമോളെ. കാരണം അനുമോളെ സംബന്ധിച്ച് അനുമോളുടെ ഇഷ്ടത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ അനുമോൾക്ക് പിടിക്കത്തില്ല. അതുപോലെ തന്നെ അനുമോളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരൊക്കെ വലിയ ആൾക്കാരും, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ അവരൊക്കെ മോശം ആൾക്കാരുമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ അസൂയ, കുശുമ്പ, പരദൂഷണം ഇതൊക്കെ തന്നെയാണ് അനുമോളുടെ സൈഡിൽ നിന്നും മൊത്തത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സീസണിലേക്ക്. അപ്പൊ ഇതൊക്കെ മുൻപോട്ട് സപ്പോർട്ട് ചെയ്യണോ വേണ്ടോ എന്നൊക്കെ മലയാളി പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക. അപ്പൊ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോ കാണാം.